നമ്മളിപ്പോൾ കുട്ടികളുടെ സർജറി പറയുമ്പോൾ അഡൽസിൻ്റെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും പരിചിതമാണ്. കുട്ടികളുടെ ഹാർട്ടിൻ്റെ സർജറി എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്? ന്യൂ ബോൺ ബേബീസ് ആയിരിക്കുമ്പം തന്നെ ചില കുട്ടികൾക്ക് സർജറീസ് വേണ്ടി വരാറുണ്ട്. ചില കുട്ടികൾക്ക് അതൊരു 4 or 5 years ആകുമ്പോഴേ അതിൻ്റെ സർജറിയുടെ ഒക്കെ ആവശ്യം വേണ്ടി വരാറുള്ളൂ. ചില കുട്ടികൾക്ക് നമ്മൾ 4 years ആകുമ്പം സർജറി ചെയ്താൽ അബ്സല്യൂട്ട്ലി നോർമൽ കുട്ടികളാവും. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് വേറെ ഇതിനെപ്പറ്റി വറി ചെയ്യേണ്ട, പേരൻസിനും വറി ചെയ്യേണ്ട, ഇവരുടെ ആക്ടിവിറ്റീസ് ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട, അങ്ങനെ കുറച്ച് ഡിസീസസ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാ ഹാർട്ട് ഡിസീസും ഒരു ഹോളോ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലമോ ഉള്ള ഇതായതുകൊണ്ട് നമ്മൾ ഹാർട്ടും സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടി ആ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ ഓഫ് ടൈമിന് ഹാർട്ടിൻ്റെയും ലങ്ങിൻ്റെയും ഫങ്ഷൻ ചെയ്യാൻ വി ഹാവ് ടു കണക്റ്റഡ് ടു എ ഹാർട്ട് ലങ് മെഷീൻ. ഓക്കെ, എന്നിട്ട് നമുക്കപ്പോൾ ഒരു ബ്ലഡ്ലെസ് ഫീൽഡ് കിട്ടും, സർജറി ചെയ്യാൻ പറ്റും. അത് റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ, സർജറി പറയുമ്പം തന്നെ എല്ലാവരും കരയാനൊക്കെ തുടങ്ങും. പക്ഷെ നമ്മൾ ലൈക്ക് വാട്ട് വി ആർ ട്രൈങ് ടു അച്ചീവ് ഇസ് സർജറി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്യൂർ ആവുന്ന ഡിസീസസ് ആണ് ഇതിൽ 90% ഇന്നത്തെ ഒരു മെഡിക്കൽ ഫീൽഡ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കുട്ടിക്ക് ഒരു നോർമൽ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കുവാണ്. അപ്പോൾ റിസ്ക് ഓഫ് സർജറി നോക്കിയിട്ട് കാര്യമില്ല, അതൊരു നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആവശ്യമായിട്ട് കുട്ടിക്ക് നോർമൽ ഒരു ലൈഫിന് ഇത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, അത് നമ്മൾ ചെയ്യുന്നു.